നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന പുതിയ തീരുമാനങ്ങളാണ് പുറത്തുവരുന്നത്. നാട്ടിലേക്ക് വരാനും തിരികെ ഗൾഫിലേക്ക് എത്താനും കാത്തിരിക്കുന്ന പ്രവാസികളെ ആശങ്കയിലാഴ്ത്തുന്ന പുതിയ തീരുമാനം പുറത്ത്. അതായത് ഖത്തറിലെ വിമാനത്താവളങ്ങളിൽ ഏപ്രിൽ 1 മുതൽ യാത്രക്കാർക്കുള്ള പുതിയ ഫീസ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ട്. എയർപോർട്ട് ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ ഫെസിലിറ്റീസ്, പാസഞ്ചർ സേഫ്റ്റി സെക്യൂരിറ്റി, എയർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഫീസുകൾ നിലവിലുള്ളതിൽ ഭേദഗതി വരുത്തിയതും പുതിയതുമായ നിരക്കുകളാണ് പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത് എന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച സർക്കുലർ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി എല്ലാ എയർലൈൻ മാനേജർമാർക്കും യാത്രാ ഏജന്റുമാർക്കും അയച്ചിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ പുതിയ ഫീസ് നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതിനാൽ ഫെബ്രുവരി 1 മുതൽ അല്ലെങ്കിൽ അതിനുശേഷം എടുക്കുന്ന വിമാന ടിക്കറ്റുകളിൽ നിരക്ക് മാറ്റം പ്രതിഫലിക്കുന്നതായിരിക്കും. പുതിയതും ഭേദഗതി ചെയ്തതുമായ നിരക്കുകൾ ഇങ്ങനെ: എയർപോർട്ട് ഡെവലപ്മെന്റ് ഫീസ്. ഖത്തറിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ യാത്രക്കാർക്കും, അതായത് 24 മണിക്കൂർ വരെയുള്ള ട്രാൻസിറ്റ് ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ഒരാൾക്ക് 60 റിയാൽ വീതമാണ് ഫീസ്. പാസഞ്ചർ ഫെസിലിറ്റീസ് ഫീസ്. രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന, അതായത് 24 മണിക്കൂർ വരെയുള്ള ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള എല്ലാ യാത്രക്കാർക്കും ഒരാൾക്ക് 60 റിയാൽ വീതമാണ് ഫീസ്. പാസഞ്ചർ സേഫ്റ്റി സെക്യൂരിറ്റി ഫീസ്. രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന എല്ലാ യാത്രക്കാർക്കും, അതായത് 24 മണിക്കൂർ വരെയുള്ള ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ഒരാൾക്ക് 10 റിയാൽ വീതമാണ് ഫീസ് ഈടാക്കുക. എയർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഫീസ്. തപാൽ ഉൾപ്പെടെ രാജ്യത്തേക്ക് വരുന്നതും ട്രാൻസിറ്റ് ഉള്ളതുമായ കാർഗോ ഷിപ്മെന്റുകൾക്ക് 1 മെട്രിക് ടണ്ണിന് 10 റിയാൽ വീതമാണ് നിരക്ക്. അതേസമയം ഒരേ വിമാനത്തിലെ ഷിപ്മെന്റുകൾക്ക് ഫീസ് ബാധകമല്ല. പുതിയ ഫീസ് നിരക്ക് ബാധകമല്ലാത്തവർ ഇവരൊക്കെയാണ്. പുതിയ ഫീസുകളിൽ എയർപോർട്ട് ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ ഫെസിലിറ്റീസ്, പാസഞ്ചർ സേഫ്റ്റി സെക്യൂരിറ്റി ഫീസുകൾ ബാധകമല്ലാത്ത വിഭാഗങ്ങൾ 2 വയസ്സിൽ താഴെയുള്ള, പ്രത്യേകമായി സീറ്റ് ആവശ്യമില്ലാത്ത കുട്ടികൾ, ഒരേ വിമാനത്തിൽ ട്രാൻസിറ്റ് യാത്ര നടത്തുന്നവർ, വിമാനത്തിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ എന്നിവർക്കാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ, മോശം കാലാവസ്ഥ അല്ലെങ്കിൽ സാധുവായ മറ്റു കാരണങ്ങൾ മൂലം വിമാനം നിർബന്ധിതമായി വഴിതിരിച്ചിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിലും ഫീസ് നിരക്ക് ബാധകമല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.